നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്യുവർ വെജ് സ്പോട്ടിലാണ്. അപ്പോൾ കടയുടെ പേര് വരുന്നത് ചാറ്റ് ആൻഡ് ദോശ. എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഗണേഷ് സൂപ്പർ മാർക്കറ്റ് ഓറഞ്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ അതായത് KSRTC എന്ന് വരുന്ന ആക്സസ് റോഡിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ട്. തുടങ്ങിയിട്ട് ഏകദേശം 1 മന്ത് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കടയാണ്, അകത്തിരിക്കാനായിട്ട് അത്ര സീറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല, കുറച്ച് ചാറ്റ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്ത കുറച്ച് ചാറ്റ് ഐറ്റംസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് ഒരു ടേബിൾ ഫ്രീ ആകുമ്പോഴത്തേക്ക് നമുക്ക് അകത്ത് കയറാം. ഇതിനാണ് ആദ്യ സാധനം വന്നു. ഇത് നമ്മളുടെ പാലക്കാടിൻ്റെയും കോയമ്പത്തൂരിൻ്റെയും സ്വന്തം സ്ട്രീറ്റ് ഫുഡായ കാളൻ. കുറേ കാലത്തിന് ശേഷമാണ് കാളൻ കഴിക്കുന്നത്. സാധാരണ വൈകിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാലെല്ലാം ഞാൻ തട്ടുകടയിൽ നിന്ന് കാളൻ കഴിക്കാറുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ളൊരു കാളൻ ടേസ്റ്റിംഗ് ആണിത്. മേലെ സവാളയും കോൺഫ്ലെക്സും ആസ് യൂഷ്വൽ ഒരു സ്ട്രീറ്റ് ഫുഡിൽ ചെയ്യുന്ന പോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കാളൻ വാങ്ങിക്കാനുള്ള കാര്യം ഒരു റിയൽ മഷ്റൂംസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഓഡിയോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, കാരണം മെയിൻ റോഡാണിത്. പിന്നെ കുറച്ച് ചെറിയ കടയായതുകൊണ്ട് തന്നെ അകത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മേലെ തന്നെ ഒരു ഫാനും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഓഡിയോ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാളൻ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം വായ് പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് തവണ എൻ്റെ വാ പൊള്ളിയിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് സ്ഥലം മാറിയിരുന്നു, അകത്തേക്ക് ഇരിക്കാൻ കുറച്ച് സ്പേസ് കിട്ടി, അവിടേക്ക് വന്നിരുന്നു. കാളൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അധികം എരിവൊന്നും ഇല്ലാത്ത നല്ല തിക്കായിട്ടുള്ള പ്രോപ്പറായിട്ട് കെയർ എടുത്തിട്ടുള്ളൊരു കാളൻ തന്നെയാണ്. എന്താ പറയുക, സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈൽ. ഇതിനെ ഒരു ഈവൻ ദോ നമ്മൾ ഇരിക്കുന്നത് ഒരു സിറ്റ് ഡൗൺ റെസ്റ്റോറൻറ്റിലാണെങ്കിലും ആ സ്ട്രീറ്റ് ഫുഡ് കാളൻ സ്റ്റൈൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് മഷ്റൂമിൻ്റെ പീസ് ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഷ്റൂമും അല്ല, ക്യാബേജും ഉണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ, പ്യുവർ മഷ്റൂം വെച്ചിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കാളൻ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. പ്രൈസ് എനിക്കറിയില്ല, അത് ഞാൻ മെനുവിലൊന്ന് നോക്കണം, ഒന്ന് നോക്കിയാലേ എനിക്ക് മനസ്സിലാവൂ. ഞാൻ എന്തായാലും ഈ കാളൻ കഴിച്ചു കഴിയട്ടെ. ഇനി ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 2 സാധനങ്ങൾ വരുന്നേ ഉള്ളൂ, അത് വന്നതിന് ശേഷം അതിൻ്റെ റിവ്യൂ നോക്കാം. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് വാങ്ങിയ ആലു ടിക്കി. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു പാറ്റി, ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു പാറ്റി, അതിന് മേലെ മിൻറ്റ് ചട്നി, കോൺഫ്ലെക്സ്, സവാള, പിന്നെ ഒരു ഗ്രേവി. അത് നമ്മുടെ ചോളയാണ് തോന്നുന്നു. ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നമ്മുടെ സാധാരണ മസാലയില്ല, മസാലപ്പൂരിയുടെ അകത്ത് ഒഴിക്കുന്നത്, അതാണ് സംഭവം. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, ആദ്യം ഈ ഗ്രീൻ പീസ് മസാല മാത്രം, എന്നിട്ട് നമുക്ക് ആ പാറ്റി ബ്രേക്ക് ചെയ്യാം. ശരിക്കും ഇത് കഴിച്ചപ്പോൾ ഒരു നൊസ്റ്റാൾജി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ കോയമ്പത്തൂർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ RS പുരം സൈഡിൽ ഒരുപാട് ചാറ്റ് ഷോപ്പുകളുണ്ട്, ചെറിയ കൽക്കട്ട ചാറ്റ്സ് എന്നും ബോംബെ ചാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ആലു ടിക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് പോകും. അപ്പോൾ ആ ഒരു ആലു ടിക്കിയുടെ ഫ്ലേവറാണ് ഇതിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷായിരിക്കും എന്നാണ്. പക്ഷേ ഇതിനകത്ത് ആ സ്വീറ്റായിട്ടുള്ള ചട്നിയുണ്ട്, മിൻറ്റ് ചട്നിയുണ്ട്, ആ ഗ്രീൻ പീസിൻ്റെ ആ കറിയില്ലേ, ആ ഗ്രേവിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഓവർ പവറിങ് അല്ല. ശരിക്കും ആ ഒരു ചാറ്റിൻ്റെ ടേസ്റ്റ് 100% ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു പ്ലേറ്റ് ഞാൻ ഇത്രയും ക്ലീൻ ആക്കുന്നത്. എന്താണെന്നറിയില്ല, ഞാൻ ആലു ടിക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒരു എന്താ പറയുക, ആ ഒരു എൻ്റെ ഒരു പഴയ ടേസ്റ്റ് ബഡ്സിനെ എണീപ്പിക്കുന്ന ഒരു തരം ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. ബട്ട് ദിസ് വാസ് സോ ഗുഡ്. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ്, നിങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ പാവ് ഭാജി വന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ അവരിവിടെ റെക്കമെൻഡ് ചെയ്തിരുന്നത്, പാവ് ഭാജി എന്തായാലും കഴിച്ച് നോക്കണമെന്ന്. അപ്പോൾ വളരെ ഓർഡിനറി ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്, ചെറിയൊരു പ്ലേറ്റ്. നോർമലി പാവ് ഭാജി നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും മറ്റേ സൈഡിലൊക്കെ ട്രേ ഉള്ള പോലത്തെ പ്ലേറ്റ് ആയിരിക്കുമല്ലോ. എന്നിട്ട് ഇതങ്ങനെയല്ല, നമുക്ക് നോക്കട്ടെ. ബട്ടറൊക്കെ ഒഴിച്ച് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ പാവ് ഭാജി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഭാജി കുറച്ച് വാട്ടറി ആയിരിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഗ്രേവി ടൈപ്പ്. ബട്ട് ഇത് തിക്കായിട്ടുള്ള ഒരു ഭാജിയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. കുറച്ച് ഓണിയനും ഈ ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് നമുക്കൊന്ന് പ്ലേറ്റിൽ തന്നെ വേണത് ഭാഗ്യത്തിന്. ഒന്ന് കഴിച്ച് നോക്കാം. പാവ് ഭാജി അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. അതിൻ്റെ മസാല, ഈ ഭാജിയിൽ വരുന്ന സ്പൈസസ് ഒന്നും അത്രയ്ക്കൊരു എന്താ പറയുക, ഒന്നും എടുത്ത് പറയത്തക്ക ഫ്ലേവർഫുള്ളുള്ള സാധനമൊന്നുമല്ല. പൊട്ടറ്റോ ആണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു തിക്നെസ്സും ഇതിൽ വരുന്നത്. വേറെ വെജിറ്റബിൾസ് ഒന്നും എവിഡൻ്റ് അല്ല, മേ ബി അവർ നന്നായിട്ട് മാഷ് ചെയ്തുകൊണ്ടാവും. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് പാവ് ഭാജി കഴിച്ചത്.
നമ്മുടെ മറ്റേ പാലക്കാട് ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. അവിടെ 80 രൂപയായിരുന്നു പാവ് ഭാജിയുടെ വില. ഇവിടെ എത്ര രൂപയാണെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ഇവിടെ എത്ര രൂപയായാലും ആ പാവ് ഭാജിക്ക് 80 രൂപ കൊടുത്തിട്ട് ഞാൻ കഴിച്ച ആളാണ്. അപ്പോൾ ഇത് കൊള്ളാം. പാവ് ബൺ സോഫ്റ്റാണ്. ബട്ടറിൽ തന്നെയാണ് ടോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് മിൽക്കി മിസ്റ്റ് ആയിരിക്കണം. മിൽക്കി മിസ്റ്റിൻ്റെ കുക്കിംഗ് ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, ഒരു സ്മെല്ലാണ്. കാരണം ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന അതാണ്, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും അത് ഏതാണ് ബട്ടറാണെന്നുള്ളത്. നോർമൽ മറ്റേ സാധാരണ ഓർഡിനറി ബട്ടറല്ല, മിൽക്കി മിസ്റ്റ് ബ്രാൻഡഡ് ബട്ടർ തന്നെയാണ് അവർ ചേർത്തിരിക്കുന്നത്. എനിക്ക് അവരോട് ചോദിക്കണം, ചിലപ്പോൾ എൻ്റെ ഡൗട്ട്സ് സത്യമാവണമെന്നില്ല. കൊള്ളാം, ഞാൻ എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ചാറ്റ് ആൻഡ് ദോശയിൽ നിന്ന് 3 എണ്ണം ട്രൈ ചെയ്ത് കഴിഞ്ഞു. ഫൈനലി ഞാനൊരു പാനിപ്പൂരി കൂടി പറഞ്ഞു. കുറേ നാളായിരുന്നു ഒരു പാനിപ്പൂരി കഴിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് 1, 2, 3, 4, 5, 6 പൂരി, പിന്നെ അതിൻ്റെ കൂടെ ഒഴിക്കാനുള്ള പാനിയും തന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ഇരിക്കുന്നതൊരു റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഈ പാനിപ്പൂരിയുടെ ടേസ്റ്റ്, പിന്നെയും ഒരു പക്കാ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കുന്ന, നമ്മൾ നിന്ന് കഴിക്കില്ല, ഓരോ പൂരിയായിട്ട് പ്ലേറ്റിൽ തരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് കഴിക്കില്ലേ, സെയിം ടേസ്റ്റ്. ഈ ഒരു പാനി നല്ല പുളിയുണ്ട്, എരിവുണ്ട്. ഫില്ലിങ് വളരെ സിമ്പിളാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ചതും പിന്നെ സവാളയും, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൂരി ഫില്ലിങ്. ബട്ട് ഈ പാനിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ. ആൻഡ് ഇതിൻ്റെ പൂരി പലപ്പോഴും പാനിപ്പൂരി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പൂരി ഭയങ്കര കട്ടിയാവാറുണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു പൂരിയാണ്. പെട്ടെന്ന് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. പാനിപ്പൂരിയും കഴിച്ചു. നോർമലി നമ്മൾ പാനിപ്പൂരി കഴിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഫില്ലിങ്ങിൻ്റെ, പൊട്ടറ്റോ ഫില്ലിങ്ങിൽ നമ്മൾ ബ്രൗൺ കടല, മറ്റേ ചെറിയ കടല ചേർക്കാറുണ്ട്, ബ്ലാക്ക് സോൾട്ട്, ചാറ്റ് മസാല ഒക്കെ ചേർക്കാറുണ്ട്. ഇവിടെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് പ്ലെയിനായിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉരുളക്കിഴങ്ങും സവോളയും മാത്രം. ആ ഒരു പാനിയാണ് ആ പാനിപ്പൂരി ശരിക്കും പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി ബില്ല് ചോദിക്കണം. നമ്മൾ ചാറ്റ് ആൻഡ് ദോശയിൽ നിന്ന് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. ടോട്ടൽ ബിൽ എമൗണ്ട് വന്നത് 195 ആണ്. ഇതിൽ ആലു ടിക്കി ചാറ്റ് 35 രൂപയ്ക്ക് വർത്താണ്, കാളൻ 40 രൂപയ്ക്ക് വർത്താണ്, പാനിപ്പൂരി 6 40 രൂപ എന്നുള്ളത് ഒക്കെ കുറച്ച് കൂടുതലാണ്. ബട്ട് ഏറ്റവും എന്നെ സർപ്രൈസ് ചെയ്ത് ഈ പാവ് ഭാജി 80 റുപ്പീസ് എന്നുള്ളൊരു ഫാക്റ്റാണ്. ഞാൻ ഇവരോട് സജഷൻ കൊടുത്തു 80 റുപ്പീസ് എന്ന പ്രൈസ് പോയിൻറ്റിന് എങ്ങനെ അവർക്ക് പാവ് ഭാജി ബെറ്റർ ആക്കാമെന്ന്. അത് മാത്രമല്ല, അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കമ്മിയാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു. ബട്ട് കഴിച്ചതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ചാറ്റ് ആൻഡ് ദോശ ഒരു പ്യുവർ വെജ് ബ്രാഹ്മിൻ സ്പോട്ടാണ്. ഓണേഴ്സ് ബ്രാഹ്മിനാണ്. അതുകൊണ്ട് തന്നെ പ്യുവർ വെജിറ്റേറിയൻ സ്ട്രിക്റ്റായിട്ട് ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അരവിസ് ബ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.